നമ്മെ സമൂഹം അവഗണിക്കുമ്പോൾ, കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം. ഒരിക്കൽ കൂടെ ഈ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ തിരുവചനം പങ്കിടുവാൻ ലഭിച്ച ഈ നല്ല നിമിഷത്തെ നന്ദിയോടെ ഓർത്ത് കർത്താവിന് സകല മഹത്വവും അർപ്പിക്കുന്നു. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിലെ ചില ചിന്തകൾ നാം പങ്കുവെക്കുമ്പോൾ ഓരോ വാക്യങ്ങളും ഈടുറ്റതാണ്. ഈ 1-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം ദൈവത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും എന്നുള്ളതാണ്. അപ്പം അതിനകത്ത് ഒരു പദം നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. വിലയേറിയ വിശ്വാസം, വിലയേറിയ വാഗ്ദത്തം എന്നിത്യാദി പ്രതിപാദ്യ വിഷയങ്ങൾ അതിനകത്ത് ഉണ്ട്. പ്രിയരെ, ഈ അധ്യായത്തിലെ 1-ാം അധ്യായത്തിലെ 4-ാം വാക്യം ഞാനൊന്ന് പരിശോധിച്ചപ്പോൾ അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. അപ്പൊ അവയാൽ എന്നുള്ളത് നമ്മൾ ഏതിനാൽ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ ഉദ്ധരിച്ചതുപോലെ ദൈവത്തിൻ്റെ വിളി അതിമഹത്വമായതാണ്. വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ തൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതുമൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. പ്രിയരെ, വാഗ്ദത്തം വിലയേറിയതാണ്. നമുക്ക് തന്ന വിശ്വാസം വിലയേറിയതാണ്. നമ്മെ വിലയുള്ളതാക്കി തീർക്കുന്നത് ദൈവം നമ്മോട് കാണിച്ച സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്നാണ്. നാം ആ ആഴം പഠിക്കുമ്പോഴാണ് നമ്മെ സമൂഹം അവഗണിക്കുമ്പോൾ, കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ, ദൈവത്തിൻ്റെ ഉള്ളംകരങ്ങളിൽ നമ്മെ താങ്ങി എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തും എന്ന് ദൈവിക വാഗ്ദത്തമുണ്ട്. അതൊരു വിലയേറിയ വാഗ്ദത്തമാണ്. ഈ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം വിലയേറിയതും വിലപ്പെട്ടതുമാണ്. അത് ആർക്കു വേണ്ടിയാണ്? അത് തൻ്റെ പരിജ്ഞാനത്താലും മഹത്വത്താലും അവൻ വിളിച്ച ആ ദൈവം മക്കൾക്ക് വേണ്ടി, അഥവാ വിലയേറിയ ആ വിശ്വാസം ലഭിച്ചവർക്ക് വേണ്ടിയാണ് ഈ വിലയേറിയ വാഗ്ദത്തം ദൈവം നമുക്ക് തന്നത്. നമ്മെ വിലയുള്ളതാക്കി തീർക്കാൻ ദൈവം തൻ്റെ വിലപ്പെട്ട ജീവിതം നമുക്ക് വേണ്ടി കാഴ്ചവെച്ചു എന്നുള്ളതാണ് ഇതിലെ പ്രധാനമായിട്ടുള്ള മർമ്മം. ആ ദൈവത്തിൻ്റെ ആ ത്യാഗപൂർവമായ സമർപ്പണമാണ് നമ്മൾ വിലയില്ലാത്ത നമ്മെ വിലയുള്ളതാക്കി തീർത്തത്. സ്തോത്രം. അതിനാണ് നമുക്ക് എപ്പോഴും ദൈവത്തിന് നന്ദി പറയേണ്ടത്. നമ്മെ വിലയില്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞാലും ദൈവത്തിന് നാം വിലപ്പെട്ടതാണ്, നാം വിലയേറിയതാണ്. സ്തോത്രം. നാം പ്രാപിക്കുന്ന വാഗ്ദത്തങ്ങൾ നാം അനുഭവിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളിലൂടെ ദൈവനാമം മഹത്വപ്പെടുമ്പോൾ നമുക്ക് ഒന്ന് ചിന്തിക്കാം. നമുക്കൊരു പാസ്റ്റ് ടെൻസ് ഉണ്ട്, നമുക്കൊരു പ്രസന്റ് ടെൻസ് ഉണ്ട്. സ്തോത്രം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്. ഇന്നലകളിലെ അനുഭവം നമുക്കറിയാം. ഇന്ന് നാം ആയിരിക്കുന്ന അവസ്ഥ നമുക്കറിയാം. ഇനിയും തുടർമാനമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഏറെക്കുറെ ഒരു ബോധമുണ്ട്. എന്നാൽ പ്രിയരെ, ഞാനൊന്ന് പറയട്ടെ, നമ്മൾ ആയിരുന്ന സാഹചര്യങ്ങൾക്കകത്തു നിന്ന് ഇന്ന് നാം എത്തപ്പെട്ട് നിൽക്കുന്നത് വിലയേറിയ ഒരു തലങ്ങൾക്കകത്ത് നമ്മെ നിർത്തിയത് ദൈവം നമ്മെ വിലപ്പെട്ടതായി കണ്ടതുകൊണ്ട് ഇനിയും
ദൈവത്തിന്റെ കരതലത്തിൽ ഒരു ഇണങ്ങിയ ആയുധമായി, ഒരു മൂർച്ചയുള്ള അമ്പായി തന്റെ പൂണിയിൽ ഒളിപ്പിച്ചുകൊണ്ട് ദൈവം നമ്മെ വിലപ്പെട്ടവരായി കാണാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവം നൽകിയതെല്ലാം വിലപ്പെട്ടതാണ്. അത് നമ്മെ വിലയുള്ളതാക്കി തീർക്കുവാൻ വേണ്ടിയുള്ളതാണ്. ദൈവം ആ ത്യാഗപൂർവമായ സമർപ്പണം, ആ ജീവിതം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചത്. അതുകൊണ്ട് അതിമഹത്തായ വിലയേറിയ വാഗ്ദത്തത്തിന്റെ ഉടമകളായതുകൊണ്ട്, നമ്മുടെ വിശ്വാസം വിലയേറിയതായതുകൊണ്ട്, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നൽകി തന്നത് വിലയേറിയ ഒരു ത്യാഗപൂർവമായ അനുഭവമായതുകൊണ്ട്, ആ ക്രൂശിനൊരിക്കൽ കൂടെ, ആ ത്യാഗപൂർവമായ സമർപ്പണത്തിനൊരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആ വിലയേറിയ വാഗ്ദത്തം പ്രാപിപ്പാൻ നമുക്കൊന്നുകൂടി ആ പാദാന്ത പീഠത്തിൽ അടുത്തിരുന്നു കൊണ്ട് നമുക്ക് മുന്നേറാം. കർത്താവ് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. വിലയേറിയ വാഗ്ദത്തങ്ങൾക്ക് നാം ഇനിയും അത് നാം അനുഭവിക്കും. അത് നമ്മുടെ കൈമുതലായി തീരും. കർത്താവ് ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.